Who is your worst enemy, Mr. President? दुश्मन असली है ईरान कीस्ट America. अमेरिका അമേരിക്കയെ വിറപ്പിച്ച ഭരണാധികാരി, ഇസ്രായേലിൻ്റെ ഉറക്കം കെടുത്തിയ തന്ത്രശാലി, 36 വർഷം ലോകത്തെ ഏറ്റവും കരുത്തുറ്റ ഇസ്ലാമിക വിപ്ലവ രാജ്യത്തിൻ്റെ അവസാന വാക്കായിരുന്ന മനുഷ്യൻ ഒടുവിൽ വിടവാങ്ങിയിരിക്കുന്നു. ആരാണ് ആയത്തുള്ള അലി ഖാംനായി? പടിഞ്ഞാറൻ അധിനിവേശത്തിനെതിരെ അമേരിക്കക്കെതിരെ നെഞ്ചുവിരിച്ച് തല ഉയർത്തി നിന്ന ഒരു യഥാർത്ഥ മുസ്ലിം നായകനോ, അതോ സ്വന്തം ജനതയുടെ ശബ്ദത്തെ അടിച്ചമർത്തിയ ക്രൂരനായ ഒരു ഏകാധിപതിയോ? ഇറാനെ ഒരു ആണവ ശക്തിയാക്കി മാറ്റിയ അദ്ദേഹത്തിൻ്റെ നിഗൂഢ വിദേശ നയങ്ങളും സുന്നി ഷിയ ഐക്യത്തിനായി അദ്ദേഹം നടത്തിയ വിപ്ലവകരമായ നീക്കങ്ങളും ലോകമുറ്റുനോക്കിയ ആ ഒരു ഭരണകാലത്തെ കറുപ്പും വെളുപ്പും കലർന്ന സത്യങ്ങളും 2026-ൽ അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഇറാനും ലോകവും എങ്ങോട്ടാണ് നീങ്ങുന്നത്? അലി ഖാംനയുടെ ജീവിതത്തിലെ നിങ്ങളറിയാത്ത കഥകൾ. അലി ഖാംനയി വില്ലനോ അതോ നായകനോ? നമുക്ക് വിശദമായി തന്നെ നോക്കാം. 1939-ൽ മഷാദിലെ ഒരു മതപണ്ഡിത കുടുംബത്തിലാണ് അലി ഖാംനയി ജനിക്കുന്നത്. പാരമ്പര്യമായി കിട്ടിയ അറിവും കുടുംബത്തിലെ ആത്മീയ ചുറ്റുപാടും കൊണ്ട് ചെറുപ്പം മുതൽ തന്നെ ഇസ്ലാമിക നിയമങ്ങളിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിവുണ്ടായിരുന്നു. ഷാ ഭരണകൂടത്തിൻ്റെ ഏകാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തിയവരിൽ മുന്നിലുണ്ടായിരുന്ന ഒരാളായിരുന്നു ഖാംനയി. ഈ ഒരു പോരാട്ടത്തിനിടയിൽ പലതവണ അദ്ദേഹത്തെ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തെ ഒരടി പിന്നോട്ട് മാറ്റാൻ ഷാ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. 1979-ൽ ലോകം കണ്ട വലിയ ജനകീയ മുന്നേറ്റമായിരുന്നു ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ. ആയത്തുള്ള ഖൊമൈനിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ വിപ്ലവത്തിൽ അലി ഖാംനയെയാണ് ഒരുപാട് തന്ത്രങ്ങൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിയിരുന്നത്. ഇസ്ലാമിക് റവല്യൂഷന് ശേഷം രാജ്യം ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങിയപ്പോൾ അലി ഖാംനയി ഇറാന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇറാഖുമായുള്ള യുദ്ധത്തിൽ ഇറാന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നപ്പോഴും ഇറാനെ കൺട്രോൾ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നത് അലി ഖാംനയി ആയിരുന്നു. 1989-ലെ ആയത്തുള്ള ഖൊമൈനിയുടെ മരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിടവായിരുന്നു. ആ വിടവ് നികത്താൻ വേണ്ടി അലി ഖാംനയെ ഇറാൻ തിരഞ്ഞെടുത്തു. അങ്ങനെ അലി ഖാംനയി ഇറാന്റെ രണ്ടാമത്തെ സുപ്രീം ലീഡറായി മാറി. മറ്റ് രാജ്യങ്ങളെ പോലെയല്ല, ഇറാനിൽ പ്രസിഡന്റിനേക്കാൾ പവറുള്ളത്, അധികാരമുള്ളത് അവരുടെ പരമോന്നത നേതാവിനാണ്. മിലിറ്ററി, നീതിന്യായ വ്യവസ്ഥ, വിദേശ നയം എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. ഉപരോധങ്ങൾക്കിടയിലും സൈനികമായും സാങ്കേതികമായും ഇറാൻ വലിയ രീതിയിൽ വളർന്നു. സ്വന്തമായി മിസൈലുകളും ആണവായുധങ്ങളും വികസിപ്പിച്ചെടുക്കാൻ ഇറാനെ പ്രാപ്തമാക്കിയത് അലി ഖാംനയി ആയിരുന്നു. ഇറാന്റെ ചരിത്രത്തിലെ തന്നെ വളരെ നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു അത്. അലി ഖാംനയുടെ മരണത്തിന് ശേഷം ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അലി ഖാംനയുടെ സുന്നി കാഴ്ചപ്പാടുകൾ. പലരും കരുതുന്നത് പോലെ അലി ഖാംനയി ഒരു ഷിയാവാദി മാത്രമായിരുന്നില്ല. സുന്നി ഷിയ ഐക്യത്തിന് വേണ്ടി അദ്ദേഹം വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കിടയിലുള്ള ശത്രുത അമേരിക്ക പോലുള്ള ശക്തികൾക്ക് ഗുണം മാത്രമേ ചെയ്യൂവെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. സുന്നി മുസ്ലിങ്ങൾ പവിത്രമായി കാണുന്ന വ്യക്തികളെയും പ്രവാചക ഭാര്യമാരെയും ഒക്കെ വലിയ രീതിയിൽ ആക്ഷേപിക്കുന്ന ഒരു പ്രവണത ഷിയാക്കൾക്കിടയിലുണ്ട്. എന്നാൽ ഇതിനെ അദ്ദേഹം കർശനമായി നിരോധിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഫത്വ ലോക മുസ്ലിങ്ങൾക്കിടയിൽ ഇദ്ദേഹത്തോടുള്ള മനോഭാവം വലിയ രീതിയിൽ മാറാൻ കാരണമായി. മാത്രമല്ല, മുസ്ലിങ്ങൾക്കിടയിൽ മനഃപൂർവ്വം ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഷിയാക്കളെ അദ്ദേഹം ബ്രിട്ടീഷ് ഷിയാക്കൾ എന്നാണ് വിളിച്ചത്. ഒരു ഷിയ നേതാവായിട്ട് പോലും സുന്നി ഭൂരിപക്ഷ പ്രദേശമായ ഫലസ്തീനെ ഇസ്രായേലിനെതിരെ സഹായിക്കുന്നതിൽ അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. എന്നാൽ പല രീതിയിലുള്ള വിമർശനങ്ങളും അലി ഖാംനയ്ക്കെതിരെ ഉണ്ടായിട്ടുമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ അടിച്ചമർത്തുന്നു എന്ന രീതിയിലൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ അലി ഖാംനയി ഭരണകൂടത്തിനെതിരെ പലപ്പോഴും ഉണ്ടായിരുന്നു. അവിടെയുള്ള കർശനമായ നയങ്ങൾക്കെതിരെ പലപ്പോഴും പൊതുജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാറുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 2009-ലെ ഗ്രീൻ മൂവ്മെന്റ്. തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകളുണ്ടെന്ന് ആരോപിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് ഗവൺമെന്റ് ഇതിനെതിരെ അന്ന് തെരുവിലിറങ്ങിയിരുന്നത്. അതിനുശേഷം 2022-ൽ കുർദിസ്ഥാൻ പ്രവിശ്യയിലെ സാക്വേസ് സ്വദേശിനിയായ വെറും 22 വയസ്സുള്ള മഹ്സ അമിനിയുടെ കസ്റ്റഡി മരണം ഇറാനിൽ വലിയ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ കാരണമായി. യൂത്തിനിടയിൽ സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിയോജിപ്പുകൾ ഉയർന്നു വരാൻ തുടങ്ങി. ഇറാഖ്, സിറിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ചെറിയ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ പിന്തുണക്കുന്നത് വഴി ആ
മേഖലകളിലൊക്കെ കുഴപ്പമുണ്ടാക്കാൻ ഖാംനെയി കൂട്ടുനിൽക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ എതിരാളികൾ ഉന്നയിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും അലി ഖാംനെയുടെ വിദേശ നയങ്ങൾ ലോകരാജ്യങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. അമേരിക്കയെ ഗ്രേറ്റ് സാത്താൻ എന്നും ഇസ്രായേലിനെ ക്യാൻസർ എന്നുമായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. മാത്രമല്ല ഇറാന്റെ ആണവപരമായ പദ്ധതികൾ സമാധാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു. 2025-26 കാലഘട്ടം ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. ഉപരോധങ്ങളും സൈനിക വെല്ലുവിളികളും ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഒരുപോലെ നേരിടേണ്ടി വന്ന സമയം. സോ അലി ഖാംനെയി ഒരു വില്ലനാണോ അതോ ഹീറോയാണോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ആ ചോദ്യം ആരോടാണ് ചോദിക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും. തന്റെ അനുയായികൾക്ക് അദ്ദേഹം സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയിരുന്ന ഒരു ആത്മീയ നേതാവാണ്. എന്നാൽ വിമർശകർക്ക് അദ്ദേഹം ജനാധിപത്യത്തെ അടിച്ചമർത്തിയിരുന്ന ഒരു ക്രൂരനായ ഏകാധിപതിയായിരുന്നു. എന്തൊക്കെ തന്നെ ആയാലും ആധുനിക പശ്ചിമേഷ്യയുടെ ചരിത്രം അലി ഖാംനെയെ കുറിച്ച് പറയാതെ പൂർത്തിയാക്കാൻ കഴിയില്ല. സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അലി ഖാംനെയി വില്ലനാണോ അതോ നായകനാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയുള്ള വീഡിയോസിന് വേണ്ടി നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.